ഓണവിപണി ലക്ഷ്യമിട്ട് ഹൈടെക് പയർ കൃഷിയുമായി പെരുമാട്ടിയിലെ കർഷകൻ. പെരുമാട്ടി അത്തിമണി സ്വദേശി ബാബു പാക്കമാണ് കൃഷിയിൽ പുതുമ പരീക്ഷിച്ച് ശ്രദ്ധേയനാകുന്നത്. 15 വർഷത്തിലേറെയായി കർഷകനായ ബാബു പ്രധാനമായും നെൽകൃഷിയിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ മാറിയ സാഹചര്യങ്ങളും വിപണിയിലെ ആവശ്യകതയും മുൻനിർത്തി ഇപ്പോൾ പച്ചക്കറി കൃഷിയിലേക്കും അദ്ദേഹം തിരിഞ്ഞിരിക്കുകയാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് 3 തരത്തിലുള്ള പയർ കൃഷിയാണ് ഇത്തവണ ബാബു ഒരുക്കിയിരിക്കുന്നത്. ചുവന്ന പയർ, പച്ചപ്പയർ, നാടൻ പയർ എന്നിവയാണ് പ്രധാനമായി കൃഷി ചെയ്യുന്നത്. മികച്ച വിളവുറപ്പാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ഹൈടെക് രീതിയിലാണ് കൃഷി നടത്തുന്നത്. മൾച്ചിംഗ് ഷീറ്റ് ഉപയോഗിച്ച് കൃഷിയിട മൂടുകയും ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിലൂടെ വെള്ളവും വളവും നൽകുകയും ചെയ്യുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. പനങ്ങാട്ടിരി VFPCKയുമായി ബന്ധപ്പെട്ട് പരിശീലനവും പഠനവും നടത്തിയ ശേഷമാണ് ബാബു പുതിയ കൃഷിരീതിയിലേക്ക് കടന്നത്. അവിടുത്തെ പരിചയസമ്പന്നരായ കർഷകരുടെ നിർദ്ദേശങ്ങളും പട്ടഞ്ചേരി കൃഷിഭവന്റെ സാങ്കേതിക സഹായവും അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകി. പയർ വിത്തുകളും പനങ്ങാട്ടിരി VFPCKയിൽ നിന്നു തന്നെയാണ് വാങ്ങിയത്. പയർ ചെടികൾക്കിടയിൽ ചെണ്ടുമല്ലി തൈകളും കാന്താരി മുളകും നട്ട് സമ്മിശ്ര കൃഷിരീതിയും ബാബു പരീക്ഷിക്കുന്നുണ്ട്. ഇത് കീടശല്യം കുറയ്ക്കാനും അധിക വരുമാനം നേടാനും സഹായകരമാകുമെന്ന് അദ്ദേഹം പറയുന്നു. മെയിനായിട്ട് നമ്മളിപ്പോൾ ഇതിൽ വരുന്ന മൾച്ചിഷീറ്റൊക്കെ ഇടുമ്പോൾ എന്താ പറയുക, കളകളൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് തന്നെ നമുക്ക് മാക്സിമം കമ്മിയാക്കി എടുക്കാൻ പറ്റും. ആ ഒരു ലെവലിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് മെയിനായിട്ട് ഇതിൻ്റെ വളപ്രയോഗം തന്നെ എല്ലാം ഡ്രിപ്പിൽ കൂടെയാണ് വെള്ളം ഇതെല്ലാം ചെയ്യുന്നത്. അതുപോലെ വെള്ളവും എന്ന് പറഞ്ഞാൽ വളരെ കുറവ് മതി, കൂടുതൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെയാണ് വിളവ് കുറച്ച് കൂടുതൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൃഷിഭവൻ്റെ ഭാഗത്തും പനങ്ങാട്ടിരിയിലെ കൃഷിക്കാരുടെയും അവിടുത്തെ കുറേ അഡ്വൈസിൻ്റെ പ്രകാരമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നെൽകൃഷി ഏത് ലെവലിലാവുന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ചേഞ്ച് എന്നുള്ള ലെവലിൽ കുറച്ച് ഇപ്പോൾ 1 ഏക്കറയോളം നമ്മൾ ഇവിടുന്ന് ഇതാണ് പയറിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ലെവലിൽ പോകുന്നു. പിന്നെ ഇതിൽ മാക്സിമം ഏകദേശം 75% കൂടുതൽ ജൈവ രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഹ്യൂമിക് ആസിഡും അതുമാതിരി സീവീഡ് ജെല്ല് പിന്നെ അങ്ങനെയുള്ളതാണ് ഇതിനകത്ത്. സൂഡോമോണസും കൂടെ എന്നിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് പറഞ്ഞാൽ അതിൻ്റെ ടൈം ടു ടൈമിന് നമ്മൾ ഓർഗാനിക് മെനൂറുകൾ പലതും ഡ്രിപ്പിൽ കൂടെ കൊടുക്കേണ്ടതുണ്ട്, അല്ലാതെ ഒഴിച്ചു കൊടുക്കുന്ന ടൈപ്പുണ്ട്. പിന്നെ ഇതേ മെനൂർ തന്നെ ഫോളിയോ സ്പ്രേ ആ രീതിയിൽ ഇലയിലൂടെയും വേരിലൂടെയും നമ്മൾ കൊടുത്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരും. പിന്നെ ഫ്ലവറിങ് ടൈമിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പരിപാലനങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ട് കുഴപ്പമില്ലാതെ വിളവെടുക്കാൻ പറ്റും. വിലയുടെ കാര്യമാണ് പിന്നത്തെ ഒരു പ്രശ്നം. ഉദ്ദേശിച്ച പോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനനുസരിച്ചുള്ള റിട്ടേൺ ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ ഇപ്രാവശ്യത്തെ നെല്ല് കൊടുത്തതിൻ്റെ പൈസയില്ല, അതിൻ്റെ മുമ്പിലത്തെ തവണത്തെയും പൈസ കുറച്ച് കിട്ടാനുണ്ട്. അത് ഇപ്രാവശ്യത്തെ പൈസ ഇപ്പോൾ അളന്നിട്ട് തന്നെ ഏകദേശം 2 മാസത്തോളമായി. ഇനി പൈസ കിട്ടിയില്ല. ഇനിയിപ്പോൾ കൃഷിപ്പണി ചെയ്യണമെങ്കിൽ എല്ലാം പൈസ ചിലവാണ്. ഇപ്പോൾ ഇത് തന്നെ ഈ പച്ചക്കറിയിൽ പറയുകയാണെങ്കിൽ ഏകദേശം 1 ഏക്കർ ചെയ്യാൻ ഏകദേശം ഒരു കാൽക്കുലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എല്ലാ ചിലവുകളും കൂടി വരുമ്പോൾ ഏകദേശം ഒരു 3-3.5 ലക്ഷം രൂപയോളം ചിലവ് വരും. അപ്പം നമ്മൾ ഈ പന്തൽ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു സീസണിലേക്ക് വേണ്ട, 1 വർഷത്തേക്കുള്ളതല്ല. നമ്മളിത് ചെയ്തിരിക്കുന്നത് മിനിമം ഒരു 5-8 വർഷം പ്ലാൻ ചെയ്തിട്ടാണ് ഈ പന്തലും ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. മൾച്ചിംഗ് ഷീറ്റ് ഉപയോഗിക്കുന്നതിലൂടെ കളകൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നതും തൊഴിലാളികളുടെ ചെലവ് കുറയുന്നതും കർഷകന് വലിയ ആശ്വാസമാണ്. കൂടാതെ മണ്ണിലെ ഈർപ്പം നിലനിർത്താനും വളപ്രയോഗം കൂടുതൽ ഫലപ്രദമാക്കാനും ഈ രീതിയിലൂടെ കഴിയുന്നുണ്ട്. കൂടുതൽ വിളവ് ലഭിക്കാനുള്ള സാധ്യതയും ഈ കൃഷിരീതിയുടെ പ്രത്യേകതയാണ്. ഓണച്ചന്തയിൽ മികച്ച വിപണി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബാബു. പരമ്പരാഗത കൃഷിരീതികൾക്കൊപ്പം ആധുനിക സാങ്കേതിക വിദ്യകൾ കൂടി ഉൾപ്പെടുത്തി കൃഷി ലാഭകരമാക്കാമെന്നതിന് ഉദാഹരണമായി മാറുകയാണ് ഈ കർഷകന്റെ പരീക്ഷണം. പ്രദേശത്തെ മറ്റു കർഷകർക്കും ഇത് പ്രചോദനമാവുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.